ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം സാധിച്ചു കിട്ടിയ സന്തോഷത്തിലാണ്. ഞങ്ങൾ എവിടെയാണെന്നല്ലേ, ഞങ്ങൾ ഇന്ന് കന്യാകുമാരിയാണുള്ളത്. വിവേകാനന്ദ പാറ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പൊ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇത് ചെറിയൊരു ഹാർബർ ആണെന്ന് തോന്നുന്നു. കണ്ടാൽ നമ്മുടെ പുറകെ കാണുന്നതാണ് വിവേകാനന്ദം പാറ. അടിപൊളിയല്ലേ കാണാനായിട്ട്. അപ്പം ഇവിടുന്ന് ഫോട്ടോ സൈറ്റ് ആണ് ഇത്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ 10-300 രൂപ പൊട്ടി. അങ്ങനെ ഞങ്ങൾ നടന്നു. തിരക്കൊന്നും ഇല്ലാതെ കേട്ടോ, ഭയങ്കര കാറ്റായിരുന്നു. ഇതാണ് ഗേറ്റ് കടന്നകത്തോട്ട് പോയി ഒരു 10 മിനിറ്റ് ബോട്ട് യാത്ര ഉണ്ടല്ലോ, ഇത് എന്താ പറയലെത്താനായിട്ട്. അതുകൊണ്ട് പക്ഷെ തിരക്കില്ലാത്തതുകൊണ്ട് ക്യൂ ഒന്നും നിന്നില്ല, കാരണം ഫുള്ള് കാലിയാണ്. ഞങ്ങളങ്ങനെ ഹാപ്പി ആയിട്ട് നടന്നു പോയി. നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം ഇരിക്കേണ്ടി വന്നു. ചേച്ചിയും കൊച്ചും ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞിന് കാറ്റടിച്ചിട്ട് പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ചേച്ചിയെ റൂമിൽ കൊണ്ടാക്കി നാളെ രാവിലെ ചേച്ചിയെ കാണിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാ ക്യൂവിൽ ഇവിടെ എത്തി. ഇനി ടിക്കറ്റ് എടുക്കാനാണ്. ഒരാൾക്ക് 75 രൂപയായിരുന്നു ടിക്കറ്റ്. പിന്നെ സ്പെഷ്യൽ പാസ് ഉണ്ട്, അത് 300 രൂപയാണ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് ക്യൂ നിൽക്കാതെ ബോട്ടിലോട്ട് എത്താൻ പറ്റും. അവിടെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 75 രൂപ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ ചെന്നു. ഈ സ്ഥലമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. നല്ല വൃത്തിയുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കൊച്ചിനൊക്കെ ഞങ്ങളെടുത്ത് നടന്നു. ഈ ജനലിന്റെ സൈഡിൽ കൂടെയൊക്കെ ഭയങ്കര പൊടിക്കാറ്റ് അടിച്ചു വരുന്നുണ്ടായിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു. അങ്ങനെ ഞാൻ നടന്ന് ബോട്ട് കയറുന്ന സ്ഥലത്തെത്തി. ഇതാണ് ഹാർബർ, കുഞ്ഞു ഹാർബർ. ഇതൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാന്ന് തോന്നുന്നു. സർവീസ് നടത്തുന്നത് 2 ബോട്ടേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും സ്ഥലമുള്ളൂ. പിന്നെയാണെങ്കിലോ കാറ്റടിച്ചിട്ട് തിരമാലയൊക്കെ ഭയങ്കര ഹൈറ്റിൽ പൊങ്ങി വരുന്നു. നല്ല തിരയുണ്ടായിരുന്നു കാറ്റടിച്ചിട്ട്. കണ്ട സൈഡിലുള്ള വ്യൂ ഒക്കെ അടിപൊളിയല്ലേ. ഭയങ്കര സന്തോഷത്തിലാണ്, എക്സൈറ്റ്മെന്റിലാണ് കാണാൻ പോകുന്നത്. ബോട്ടിലോട്ട് കുറച്ച് നടക്കണം, പക്ഷെ ദൂരമല്ല, വലിയ ദൂരമൊന്നുമല്ല നടന്നു പോകാനായിട്ട്. കണ്ട, അങ്ങനെ നമ്മൾ ബോട്ട് കയറുന്ന സ്ഥലത്തെത്തി. ബോട്ട് 2 സർവീസ് നടത്തുന്നുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ആൾക്കാരെ കയറ്റി തിരിച്ചു വരുന്ന ബോട്ടാണ്. ബോട്ട് അടുപ്പിക്കുന്നത് ഇച്ചിരി പണിയാന്ന് തോന്നുന്നു. വെച്ചാൽ അമ്മാതിരി കാറ്റും തിരയൊക്കെ ഉള്ളതുകൊണ്ട് പതുക്കെയാണ് അടുപ്പിച്ചത്. ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് കയറാം. അങ്ങനെ ഫുൾ ആൾക്കാർ കഴിഞ്ഞു, പിന്നെ നമുക്ക് കയറാം. അപ്പോൾ കയറുമ്പോൾ വലിയ സംഭവമായിരുന്നു. ബോട്ട് നിൽക്കുന്നതിൻ്റെ നമ്മൾ കാലെടുത്ത് വെക്കുന്നതിൽ ഒരു സ്റ്റെപ്പ് കൂടെ പൊക്കത്തിലോട്ട് തിരയടിച്ചിട്ട് കയറി പോകും. അത് പേടിയായിരുന്നു. ഒരു വിധത്തിൽ ചാടി കയറി സൈഡ് സീറ്റൊക്കെ പിടിച്ച് ഭയങ്കര പിണക്കത്തില. അപ്പോൾ ഉറക്കം വന്നിരിക്കുമായിരുന്നു. അങ്ങനെ ബോട്ട് എടുത്ത് മൂവായി തുടങ്ങി കേട്ടോ. ഭയങ്കര കാറ്റായതുകൊണ്ട് ഭയങ്കര തിരയായിരുന്നു. ബോട്ട് നല്ലപോലെ ചെരിയുന്നുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. പേടിയൊക്കെ ആയിരുന്നു, ചെറിയൊരു നല്ല ഒലച്ചിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ തിരയടിച്ചിട്ട് ബോട്ടിനകത്തോട്ട് വെള്ളം വന്ന് ഫുള്ള് നനഞ്ഞ് സൈഡിൽ ഇരുന്നിട്ട്. അങ്ങനെ അടിപൊളിയല്ലേ കാണാനായിട്ട്. നടുക്കടലിൽ കൂടെ പോകുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു, കാറ്റും തിരയൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വൈകിട്ടേ ഉള്ളൂ കേട്ടോ ഇത്രയും കാറ്റും തിരയും. രാവിലെ കടൽ ശാന്തമായിരിക്കും. അങ്ങനെ നമ്മുടെ ബോട്ട് വിവേകാനന്ദ പാറയോട് അടുക്കുകയാണ്. തിര കാരണം ഇച്ചിരി സ്ലോ ആയിട്ടാണ് ബോട്ട് അടുപ്പിക്കുന്നത്. അങ്ങനെ ബോട്ടിന് ചാടി ഇറങ്ങേണ്ടി വന്നു, കാരണം തിര വന്നിട്ട് പൊങ്ങിപ്പോയി ബോട്ട്. അങ്ങനെ ചാടി ഇറങ്ങി. ഇതാണ് കുറേ നാളത്തെ ആഗ്രഹം. വിവേകാനന്ദ പാറയിൽ കാലുകുത്തിയിരിക്കുന്നു ഞാൻ. അങ്ങനെ സന്തോഷത്തോടെ ഇറങ്ങി. ഇവിടെ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ ഒരാൾക്ക് 30 രൂപ വെച്ച് 300 രൂപ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത് തന്നെ നമുക്ക് നടക്കാം. കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വേണം ബാക്കി നടക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് നടന്നു. അല്ലുവും ചേട്ടൻ്റെ കുഞ്ഞും എല്ലാവരും ഉറക്കമായി. 2 പേരെ എടുത്തുകൊണ്ടുള്ള നടപ്പ് സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ കാറ്റും കൂടെ ആയപ്പോൾ അടിപൊളി. ആ ക്യൂ കൂടി സ്ഥലം കണ്ട് തിരിച്ചു പോകുന്നവരാണ്. ഇപ്പോഴത്തെ നമുക്ക് മേലോട്ട് കയറി നടന്നു പോവാം. എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ. ഇതാണ് നമ്മൾ കാണുന്നത് വിവേകാനന്ദ സ്വാമിയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന വിവേകാനന്ദ മണ്ഡപമാണ് അത്. അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വന്ന് മെഡിറ്റേഷൻ ചെയ്ത്. അവിടെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ഇതിലെ കൂടെ 2 മണിക്കൂറാണ് നടക്കാൻ സമയം നമുക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 2 മണിക്കൂറൊന്നും പോരാ. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ സമയം വേണം. കണ്ടോ, അടിപൊളിയല്ലേ കടൽ കാണാനായിട്ട്. ഫുൾ അടിപൊളിയാണ് കേട്ടോ സംഭവം.
അപ്പം ആദ്യം നമ്മൾ ഇവിടെ ഒന്നുമല്ല പോകുന്നത്, എല്ലാത്തിനും പോകാനുള്ള വഴിയൊക്കെ ഒരു ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇതിൽ കൂടെയൊക്കെ പോകേണ്ടത്. പക്ഷെ നമ്മൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ്. ആ കാണുന്നത് ദേവിയുടെ കാൽപാദമുള്ള മണ്ഡപമാണ്. അപ്പം ഇതൊക്കെ ലാസ്റ്റാണ് ഞങ്ങൾ കയറാൻ ഉദ്ദേശിച്ചത്. നേരെ വെച്ച് പിടിച്ചു ഗ്ലാസ് ബ്രിഡ്ജിലോട്ട്. സ്വാമി വിവേകാനന്ദൻ എങ്ങനെ ഇത്രയും കാറ്റും ശക്തമായിട്ടുള്ള തിരയൊക്കെ കടന്ന് നീന്തി ഇവിടെ വന്ന് മെഡിറ്റേഷൻ ചെയ്തെന്നുള്ളത് സംഭവം തന്നെ കേട്ടോ. ഇതാ ഗായ്സ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. കണ്ടാ കടലിന് മേലെയുള്ള കന്യാകുമാരി വിവേകാനന്ദൻ പാറയിലുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. ആദ്യം കണ്ടപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം ഇത് ഫുള്ള് ഗ്ലാസ് അല്ല, നടുക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം ഗ്ലാസ് ആണ്, കുറച്ച് മാത്രമേ ഉള്ളൂ. സൈഡെല്ലാം നമുക്ക് അല്ലാത്ത ടൈലിട്ട് വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട നടന്നു പോകാനായിട്ട്. നടുക്ക് കൂടി മാത്രം ഗ്ലാസ് ഉള്ളൂ. കണ്ടോ, അടിപൊളിയല്ലേ ഗ്ലാസ് ബ്രിഡ്ജ്. ഇവിടുത്തെ കടല് സംഭവം തന്നെ കേട്ടോ. എല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് പോകേണ്ട സ്ഥലമാണ് നമ്മുടെ വിവേകാനന്ദ പാറ. എന്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു, ഇന്നാ ഒന്ന് സാധിച്ചു കിട്ടിയത്. കണ്ട ക്ലാസ്സിൽ കൂടെ കാണുമ്പോൾ കടല് നല്ല വെയിലായതുകൊണ്ട് വെട്ടം, അതായത് ആകാശ ക്ലാസ്സിൽ കൂടെ കാണുന്നത്, വെള്ളമൊന്നും കാണുന്നില്ല. കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ നമുക്ക് അടിയിലെ വെള്ളവും തിരയൊക്കെ ഒന്ന് അടിക്കുന്നതും. കടലിൽ നടുക്കുന്നത് ഒരു പാറ ഇവിടെ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. കടലിൽ നടുക്ക് പാറക്കൂട്ടം. കണ്ട സൂപ്പറല്ലേ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. അല്ലു നടന്നു പോയപ്പോ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അവള് ചാടി അപ്പുറത്തോട്ട് മാറി ഗ്ലാസ്സിൽ കൂടെ നടക്കാതെ. തിര അടിക്കുന്നുണ്ടോ പാറയിലോട്ട്. ആദ്യം ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗ്ലാസ്സിൽ കൂടെ നടക്കാൻ, ആ വെള്ളത്തിന്റെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും. പിന്നെ കുഴപ്പമില്ല, നടന്നു. ആ തിര അടിച്ച് കയറുന്ന കാണുമ്പോൾ ഒരു പേടിയുണ്ട്. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറി ഇനി തിരുവള്ളുവർ സ്റ്റാച്ചു ഓഫ് വിസ്റ്റൺ അങ്ങോട്ടാണ് നടന്നു പോകുന്നത്. കണ്ടോ, പാറ, വലിയ പാറക്കെട്ടാണ് കടലിൻ്റെ നടുക്ക്. കണ്ടോ, അലയടിച്ച് കയറുന്നുണ്ടോ, ഭയങ്കര തിരമാലയായിരുന്നു കടലിൽ. കട പേടി വരും, അതുപോലത്തെ കാറ്റും. അപ്പം ഇനി നമുക്ക് നടന്ന് അകത്തോട്ട് പോവാം. തിരുവള്ളുവർ സ്റ്റാച്ചു പണിതേക്കുന്നത് ഭയങ്കര വലിയ വലിയ പാറക്കല്ലുകൾ, കരിങ്കല്ല്. കണ്ടോ, കാണാൻ നല്ല രസമുണ്ട്. ഭയങ്കര സ്ട്രോങ്, സുനാമി വന്നിട്ട് പോലും പോയില്ലല്ലോ, അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അപ്പുറത്ത് എവിടെയാണ് മെമ്മോറിയലിലുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. നല്ല സ്റ്റെപ്പാണ്. ഇപ്പം നമുക്ക് സ്റ്റെപ്പ് കയറി മേളിൽ വരെ എത്താൻ പറ്റും. അകത്തൊക്കെ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല. അകത്ത് നടുക്ക് ചെറിയ റൂമൊക്കെ ഉണ്ട്, അതൊക്കെ എൻട്രി ഇല്ല. ജസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, കയറി പോകാനൊരു സൈഡ്, ഇറങ്ങി വരാനൊരു സൈഡ്. അങ്ങനെ അല്ലു ഉറങ്ങി, എടുത്തുകൊണ്ട് നടക്കാൻ വല്ലാത്ത പാട് വിട്ടു. അങ്ങനെ മേളിലെത്തി. മേളിലത്തെ വ്യൂ ആണ് കണ്ടോ, അടിപൊളിയല്ലേ കാണാനായിട്ട്. ഇത് നമ്മൾ തിരുവള്ളുവർ സ്റ്റാച്ചുവിൻ്റെ അവിടെ നിന്ന് കാണുന്ന വ്യൂ പോയിന്റ് ആണ്. കണ്ടോ, ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുന്നു. പിന്നെ ബീച്ച് കാണാൻ പറ്റും. പിന്നെ കന്യാകുമാരിയുടെ ആ ടൗൺ ഏരിയ ഒക്കെ കാണാൻ പറ്റും. നല്ല വ്യൂ ആണ്. പിന്നെ ഫുൾ ഇത് സ്റ്റാച്ചു ചുറ്റി വരുമ്പോൾ കടൽ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയാണ്. ഇത് ഗ്ലാസ് ബ്രിഡ്ജ്. പിന്നെ അവിടെ കാണുന്നത് വിവേകാനന്ദൻ മണ്ഡപം. അങ്ങനെ അടിപൊളിയല്ലേ കാണാനായിട്ട്. എങ്ങനെയാണ് ഇതൊക്കെ ഫുള്ള് പണിതേക്കുന്നല്ലേ. അവിടെ കുറച്ച് നേരം, ഇവിടെ 2 മണിക്കൂറാണ് നമുക്കിവിടെ ചുറ്റിക്കറങ്ങാനുള്ള സമയം. പക്ഷെ ഞങ്ങൾ 3 മണിക്ക് വന്നുകൊണ്ട് പെട്ടെന്ന് സമയം പോയി, 5 മണിയായി. പിന്നെ ബോട്ടൊന്നും കാണത്തില്ല, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു.
ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. കണ്ടോ, അതാണ് തിരുവള്ളുവർ സ്റ്റാച്ചു ഫുള്ളായിട്ട്. വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് സമാധാനമായിട്ട് പോകണം. പക്ഷെ അതൊന്നും പറ്റിയില്ല. വീഡിയോ എടുക്കുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് നമുക്ക് കാണുക, ഇറങ്ങി പോകുക, അത്രയാണ്. പിന്നെ രാത്രി 7:30 തിരുവള്ളുവർ സ്റ്റാച്ചുവിലും ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ ലൈറ്റ് ഷോ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ കടലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ താഴോട്ടിറങ്ങിയാണ്. അപ്പം നമുക്ക് പടികളൊക്കെ ഇറങ്ങി താഴോട്ട് പോകുമ്പോൾ തിരുവള്ളുവറിൻ്റെ കുറേ തോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ബുക്സ് ഉണ്ട് അവിടെ വായിക്കാനൊക്കെ. പിന്നെ കുറേ ബുക്ക് സ്റ്റോളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് വിവേകാനന്ദ മണ്ഡപത്തിലോട്ടാണ്. അവിടെ അകത്തോട്ട് ഫോട്ടോസൊന്നും അലൗഡ് അല്ല, നമുക്ക് ജസ്റ്റ് വെളിയിൽ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ സമയവും പോയി. അങ്ങനെ അകത്തെ കാഴ്ച കാണാം. അകത്ത് വിവേകാനന്ദൻ്റെ ശില്പമുണ്ട്. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ നല്ല സ്ഥലമാണ്. പക്ഷെ നമുക്ക് അതിനൊന്നും സമയമില്ല, ഇരിക്കാനും പറ്റത്തില്ല. നല്ല കാം ആൻഡ് ക്വയറ്റ്, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് ദേവിയുടെ കാൽപാദമുള്ള അതും കൂടെ കണ്ട് തിരിച്ചിറങ്ങാം. നമ്മൾ കടൽ ഇവിടെ നിന്ന് കണ്ട് അങ്ങനെ തന്നെ നിന്നു പോകും. അതിൻ്റെ ഭംഗി ആസ്വദിച്ച് തിരമാലകൾ ഇങ്ങനെ അടിച്ചു കയറി വരുന്നൊക്കെ കണ്ട് അങ്ങനെ നിന്നു പോകും. അത്രയ്ക്കും രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ. കണ്ടോ, ശക്തമായിട്ടുള്ള തിരയും കാറ്റുമായിരുന്നു ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ. അതുപോലെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ കാണാൻ വരുന്ന നല്ല സമയം രാവിലെ കേട്ടോ. ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഇത്രയും തിരയും കാറ്റും ഒക്കെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. നമുക്ക് കുറച്ചൊക്കെ സമാധാനമായിട്ട് നിന്ന് കാണാൻ പറ്റും. ഇത് കാറ്റടിച്ചിട്ടൊന്നും നമുക്ക് അവിടെ നിൽക്കാനേ പറ്റത്തില്ലായിരുന്നു. ഓടിപ്പാഞ്ഞ് അങ്ങ് പോവുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബോട്ടിൽ കയറി തിരിച്ചു. കണ്ടോ, ബോട്ടിൽ നിന്നുള്ള വ്യൂ ആണിത്. അടിപൊളിയല്ലേ കാണാനായിട്ട്. അപ്പം എൻ്റെ ആഗ്രഹം പൂർത്തിയായതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ചെയ്യാത്തവർ ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക മറക്കാതെ. ഒരു കുഞ്ഞു ലൈക്കല്ലേ, നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടാണ് വലുത്. അപ്പോൾ ഇതാണ് രാത്രിയിലത്തെ കാഴ്ച. 7:30 ലൈറ്റ് ഷോ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ വരാൻ പറ്റിയില്ല. 9 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഏകദേശം ലൈറ്റൊക്കെ കുറേ ഓഫായി. ഇത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും എൻ്റെ താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക.